പ്രിസങ്ങൾ മൈക്രോസ്കോപ്പിലെയും ക്യാമറയിലെയും ടെലിസ്കോപ്പിലെയുമൊക്കെ ലെൻസുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത്? ഉത്തരം ഫ്ലിൻറ്റ് ഗ്ലാസ്. ഫ്ലിൻറ്റ് ഗ്ലാസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ എന്തെല്ലാമെന്ന് നോക്കാം. സിലിക്കൺ ഡൈ ഓക്സൈഡ്, ലെഡ് ഓക്സൈഡ്, പൊട്ടാസ്യം കാർബണേറ്റ്. അടുത്ത ചോദ്യം, അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള ഗ്ലാസ്. ഉത്തരം ക്രൂക്സ് ഗ്ലാസ്. അടുത്ത ചോദ്യം, ക്രൂക്സ് ഗ്ലാസിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ? ഉത്തരം സീറിയം ഓക്സൈഡ്, സിലിക്ക. അടുത്ത ചോദ്യം, പൊട്ടാഷ് ഗ്ലാസിൻ്റെ മറ്റൊരു പേര്. ഉത്തരം ഹാർഡ് ഗ്ലാസ്. അടുത്ത ചോദ്യം, ഹാർഡ് ഗ്ലാസിലെ ഘടകങ്ങൾ ഏതൊക്കെ? ഉത്തരം സിലിക്കൺ ഡൈ ഓക്സൈഡ്, പൊട്ടാസ്യം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്. അടുത്ത ചോദ്യം, ഹാർഡ് ഗ്ലാസിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെ? ലബോറട്ടറി ഉപകരണങ്ങൾ, അതുപോലെ അടുക്കളയിലെ ഗ്ലാസ് ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കുന്നത് ഹാർഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ്. ഉയർന്ന താപനിലയിൽ ഉപയോഗിക്കുന്ന ലബോറട്ടറി ഉപകരണങ്ങൾ, അതുപോലെ പാചകപാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ഉത്തരം ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ഇതിനെ പൈറക്സ് ഗ്ലാസ് എന്നും വിളിക്കപ്പെടുന്നു. അടുത്ത ചോദ്യം, ബോറോസിലിക്കേറ്റ് ഗ്ലാസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? ഉത്തരം സിലിക്കൺ ഡൈ ഓക്സൈഡ്, ബോറോൺ ഓക്സൈഡ്, അലുമിനിയം ഓക്സൈഡ്. അടുത്ത ചോദ്യം, പ്രകാശിക ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ഉയർന്ന അപവർത്തനാങ്കം ഉള്ള ഗ്ലാസ്. ഉത്തരം ക്രൗൺ ഗ്ലാസ്. അടുത്ത ചോദ്യം, സാധാരണയായി ജനൽപ്പാളികളും ദർപ്പണങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ഉത്തരം സോഡ ലൈം ഗ്ലാസ് അഥവാ സോഡ ഗ്ലാസ്. സോഡ ഗ്ലാസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ: സിലിക്കൺ ഡൈ ഓക്സൈഡ് അഥവാ മണൽ, സോഡിയം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്. വാഹനങ്ങളുടെ വിൻഡ്ഷീൽഡായി ഉപയോഗിക്കുന്ന ഗ്ലാസ്. ഉത്തരം സേഫ്റ്റി ഗ്ലാസ്. ഇനി സേഫ്റ്റി ഗ്ലാസ് നിർമ്മിക്കുന്ന രീതി നോക്കാം. 2 ഗ്ലാസ് പാളികൾക്കിടയിൽ വിനൈൽ അസറ്റൈറ്റ് റെസിൻ എന്ന പോളിമറിൻ്റെ സുതാര്യ പാളി ഒട്ടിക്കുന്നു. ഇങ്ങനെയാണ് സേഫ്റ്റി ഗ്ലാസ് നിർമ്മിക്കുന്നത്. വാട്ടർ ഗ്ലാസ് എന്നറിയപ്പെടുന്ന സംയുക്തം സോഡിയം സിലിക്കേറ്റ്. ഇനി ഗ്ലാസുകൾക്ക് നിറങ്ങൾ നൽകുന്ന സംയുക്തങ്ങൾ നോക്കാം. മഞ്ഞ നിറം കാഡ്മിയം സൾഫൈഡും ഫെറിക് അയണും. നീല കൊബാൾട്ട് ഓക്സൈഡ്. പച്ച ക്രോമിയം ഫെറസ് അയൺ. പർപ്പിൾ നിറം മാംഗനീസ് ഡയോക്സൈഡ്.